ഹലോ മക്കളെ, അസ്സാം വലൈക്കും വറഹമത്തുള്ളാഹി. കൈഫ ഹാലക്കും? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? യെസ്, നമ്മുടെ എക്സാം പറഞ്ഞു നമ്മുടെ അടുത്തെത്തിയില്ലേ. എന്നും നമുക്ക് എക്സാം ഉണ്ട് എന്നുള്ള ഒരു സംഭവമല്ലാതെ അതിൻ്റെ ഒരു ചൂടോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അല്ലേ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു നമ്മുടെ എക്സാം നമ്മുടെ അടുത്തേക്ക് ഇങ്ങ് എത്തി. അപ്പോൾ ഇന്ന് മാം വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഗ്രാമർ പോർഷൻസ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. സോ എല്ലാ കുഞ്ഞുമക്കളും അടിപൊളിയായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഉറപ്പായിട്ടും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു പേടിയുള്ള ഒരു ഏരിയ ആണ് ഗ്രാമർ അല്ലേ. ഗ്രാമറിൽ നിന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അത് എങ്ങനെ അറ്റൻഡ് ചെയ്യും, ഏത് രീതിയിലാണ് അത് ആൻസർ ചെയ്യുക എന്നുള്ളൊരു സാധനമാണ് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് വേണം, അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് പോക്കിയിട്ട് വേണം എക്സാമിനേക്ക് പോകാൻ അല്ലേ. അപ്പോൾ എക്സാം എഴുതാൻ വേണ്ടി പോകുമ്പോൾ ഇതൊക്കെ ഒഴിവാക്കി പോകുമ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് വേണം എക്സാം എഴുതാൻ വേണ്ടി പോകാൻ. സോ ഇന്ന് മാം നിങ്ങളടുത്ത് ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ, വളരെ സിമ്പിളായിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതായത് നിങ്ങൾക്ക് എന്നാൽ ടഫാണെന്ന് തോന്നുന്ന, നിങ്ങൾ എങ്ങനെയാണ് അതിന് ആൻസർ ചെയ്യുക എന്ന് അറിയാണ്ടിരിക്കുന്ന ഒരു ഏരിയ വളരെ സിമ്പിളാക്കിയിട്ട് ഞാൻ അങ്ങോട്ട് തരാൻ പോവാണ്. ഓക്കെ, അപ്പോൾ എല്ലാ മക്കളും നല്ല പോലെ ശ്രദ്ധിച്ചിരിക്കുക. നല്ല പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല പോലെ ശ്രദ്ധിച്ച് അറിയാത്തതൊക്കെ നോട്ട് ചെയ്ത് നിങ്ങൾ വെറുതെ ഫിലിമൊക്കെ കാണാൻ വേണ്ടി ഇരിക്കുന്ന പോലെ വന്നിരിക്കരുത് കേട്ടല്ലോ. അപ്പോൾ അതൊന്നും ഉണ്ടാവരുത്. നല്ല പോലെ ശ്രദ്ധിച്ച് നല്ല വൃത്തിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, മാമിൻ്റെ ക്ലാസ് കേൾക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോവാണ്. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പോകുന്നത് നഅത്ത് മൻഊത്ത് ആണ് കേട്ടോ. എന്താ മക്കളെ നഅത്ത് മൻഊത്ത്? ആർക്കെങ്കിലും അറിയോ എന്താണ് നഅത്ത് മൻഊത്ത്? ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ എൻ്റെ കൂടെ പറഞ്ഞു നോക്കുക കേട്ടോ. അതായത് നഅത്ത് എന്ന് പറഞ്ഞാൽ മൻഊത്ത് എന്ന് പറഞ്ഞാലും വിശേഷണവും വിശേഷിപ്പിക്കപ്പെട്ട വസ്തുവിനെയുമാണ് നമ്മൾ നഅത്ത് മൻഊത്ത് എന്ന് പറയാം. ഓക്കെ, അതായത് ഇപ്പോൾ ടീച്ചർ വളരെ സുന്ദരിയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പറയണമെന്നില്ലല്ലോ, ഞാൻ എന്നെ പറഞ്ഞാൽ പോരെ, വേറെ ആരും നമ്മളെ പൊക്കൂലാലോ, നമ്മൾ എന്നെ പൊക്കണ്ടേ. അപ്പോൾ ടീച്ചർ വളരെ സുന്ദരിയാണ് എന്ന് പറഞ്ഞാൽ അതിലുള്ള ടീച്ചറാണ് എന്ത്, മൻഊത്ത്. ഓക്കെ, അതിലുള്ള സുന്ദരി എന്നുള്ള പ്രയോഗമാണ് എന്ത്, നഅത്ത്. ക്ലിയർ ആയോ? ഓക്കെ ആയോ? അപ്പോൾ ടീച്ചർ എന്ന് പറയുന്ന ആ ഒരു പദമാണ് എന്ത്, മൻഊത്ത്. സുന്ദരി എന്ന് പറയുന്ന പദമാണ് നഅത്ത്. ഓക്കെ ആണല്ലോ മക്കളെ. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് നഅത്ത് മൻഊത്ത് എന്ന് പറഞ്ഞാൽ, മൻഊത്ത് എന്ന് പറഞ്ഞാൽ ആരെയാണോ നമ്മൾ വിശേഷിപ്പിക്കുന്നത് അവരെയാണ് നമ്മൾ മൻഊത്ത് എന്ന് പറയാം. നഅത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ നമ്മൾ വിശേഷിപ്പിക്കുന്നത് അതിനെയാണ് നമ്മൾ നഅത്ത് എന്ന് പറയാം. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു എന്താ പറയാ, ഒരു റൂൾസ്, ഇതിന് കുറച്ച് റൂൾസുകളുണ്ട്. എന്തൊക്കെയാണ് ഇതിൻ്റെ റൂൾസ്? അതാണ് ഇനി ഞാൻ പറഞ്ഞുതരാൻ പോണത്. ക്ലിയറായി ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് എന്താണോ മൻഊത്തിൻ്റെ ചിഹ്നം അതായിരിക്കും നഅത്തിന് ഉണ്ടാവുക. എന്താണോ നഅത്തിൻ്റെ ചിഹ്നം അതായിരിക്കും മൻഊത്തിനും ഉണ്ടാവുക. കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഹർക്കത്തുകൾ സെയിം ആയിരിക്കും. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഹർക്കത്തുകൾ എന്തായിരിക്കും, സെയിം ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ എന്താണോ നഅത്തിൻ്റെ ചിഹ്നം അത് തന്നെ ആയിരിക്കും മൻഊത്തിന് ഉണ്ടാവുക. എന്താണോ മൻഊത്തിൻ്റെ ചിഹ്നം അത് തന്നെ ആയിരിക്കും നഅത്തിനും ഉണ്ടാവുക. ക്ലിയർ ആയോ മക്കളെ? ഓക്കെ ആയോ മക്കളെ? അപ്പോൾ മാമിന് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നഅത്തിൻ്റെ ചിഹ്നവും മൻഊത്തിൻ്റെ ചിഹ്നവും സെയിം ആയിരിക്കും. നഅത്തിന് അലിഫ്ലാം ഉണ്ടെങ്കിൽ മൻഊത്തിനും അലിഫ്ലാം ഉണ്ടാവും. നഅത്തിന് എന്താ പറയുക ലൊമ്മയുണ്ടെങ്കിൽ മൻഊത്തിന് ലൊമ്മയുണ്ടാകും. നഅത്തിന് എന്താ പറയുക പിന്നെ കെസറാണെങ്കിൽ മൻഊത്തിന് കെസറായിരിക്കും. നഅത്തിന് പിന്നെ സുക്കൂനാണെങ്കിൽ മൻഊത്തിന് സുക്കൂനായിരിക്കും. അപ്പോൾ ഇതന്നെ സെയിം സംഭവം. നിങ്ങൾ ഈ ട്വിൻസ് മക്കളെ കണ്ടിട്ടില്ലേ? അതുപോലെയാണ്. അവരെ ഒരേപോലെയല്ലേ കാണാനുണ്ടാവുക. അതേപോലെ ഒരേപോലെ ആയിരിക്കും നമ്മളെ നഅത്ത് മൻഊത്തും ഉണ്ടാവുക. കാരണം എന്താണെന്ന് വെച്ചാൽ നഅത്തിൻ്റെ ചിഹ്നം തന്നെയാണ് മൻഊത്തിന് ഉണ്ടാവുക. അലിഫ്ലാം ഉണ്ടോ, ഇവിടെയും അലിഫ്ലാം ഉണ്ടാവും. അവിടെ കെസറാണോ, ഇവിടെയും കെസറായിരിക്കും. അവിടെ ലൊമ്മാണോ, ഇവിടെയും ലൊമ്മായിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് മക്കളെ എന്ത് ചെയ്യുക, ആൻസർ വരിക. അപ്പോൾ ആദ്യമേ ഞാനിത് പറഞ്ഞത് എന്തിനാണെന്നറിയോ, നിങ്ങളുടെ മൈൻഡിലേക്ക് അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞു തന്നത്. ഓക്കെ, മനസ്സിലായല്ലോ?
അതിന് ഇവിടെ നോക്കിയേ, നമ്മളിവിടെ എക്സാമ്പിൾ കൊടുത്തൊരു സംഭവം കണ്ടോ, ജിസ്മുൻ സലീമുൻ അല്ലേ, ജിസ്മുൻ സലീമുൻ, നല്ല ആരോഗ്യമുള്ള ശുദ്ധമായ ശരീരം അല്ലേ, ജിസ്മുൻ സലീമുൻ. അതെങ്ങനെയാ മക്കളെ, എങ്ങനെയാണ് ഇതിൻ്റെ, ഏതാണ് ഇതിലെ നഅത്ത്, ഏതാണ് ഇതിലെ മൻഊത്ത്? ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ജിസ്മ് എന്ന് പറയുന്നത് എന്താണ്, മൻഊത്താണ്. അതായത് നമ്മൾ ആ ശരീരത്തെയാണ് വർണ്ണിച്ചത് അല്ലേ, ആ ഒരു ശരീരത്തെയാണ് നമ്മൾ എന്ത് ചെയ്ത്, ബോഡിയെയാണ് വർണ്ണിച്ചിട്ടുള്ളത്. അപ്പൊ വർണ്ണിച്ചത് എന്താണോ, എന്തിനെയാണോ വിശേഷിപ്പിച്ചത്, അതിനെയാണ് നമ്മൾ നഅത്ത് എന്ന് പറയാം. ഓക്കെ, ഇവിടെ ജിസ്മാണെങ്കിൽ ജിസ്മ്, ഇവിടെ മുഹമ്മദ് ആണെങ്കിൽ മുഹമ്മദ് അല്ലേ, പിന്നെ ഫാത്തിമയാണെങ്കിൽ ഫാത്തിമ അല്ലേ, പിന്നെ ദറാജത്താണെങ്കിൽ ദറാജത്ത്. അങ്ങനെ എന്താണോ നമ്മൾ എന്താക്കിയത്, വർണ്ണിക്കുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് പറയാ, മൻഊത്ത് എന്ന് പറയാം. ഇനി നഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണോ നമ്മൾ ഇതിനെ എന്ത് ചെയ്ത് വർണ്ണിച്ചിട്ടുള്ളത്, അതായത് വിശേഷിപ്പിച്ചിട്ടുള്ളത്, അതാണ് നമ്മൾ നഅത്തിൽ വരിക. ഓക്കെ, ഇപ്പൊ ഇവിടെ സലീമുൻ, മുഹമ്മദുൻ, പിന്നെ നഷീത്തുൻ, മുഹമ്മദുൻ നഷീത്തുൻ. പിന്നെ അടുത്തത് ഫാത്തിമ, ഫാത്തിമ ആരാണ്, ബിൻതുൻ, ബിൻതുൻ ഫാത്തിമ, ബിൻതുൻ എന്താ പറയാ, മാഹിറത്തുൻ അല്ലേ, ഫാത്തിമ ബിൻതുൻ എന്താണ്, മാഹിറത്തുൻ. അടുത്തത് ദറാജത്തുൻ ജദീദത്തുൻ, കണ്ടോ, അപ്പോ ജദീദത്തുൻ. അപ്പോൾ ഇതാണ്, എന്തിനെയാണോ നമ്മൾ വിശേഷിപ്പിച്ചത് അതാണ് നമ്മൾ നഅത്തിൽ പെടുത്തുക, എന്താണോ വിശേഷിപ്പിച്ചത് അതാണ് നമ്മൾ മൻഊത്തിൽ വരുത്തുക. മനസ്സിലായോ? ഓക്കെ ആയോ? അപ്പോൾ ഇത് നോക്കിയേ, ജസ്റ്റ് ഇതിൻ്റെ താഴെ ഹാദിഹി ഹദീഖത്തു ഡേഷ്, ഹാദിഹി ഹദീഖത്തുൻ ഡേഷ്. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതുക, നമ്മൾ എങ്ങനെ എഴുതുക, ഹാദിഹി ഹദീഖത്തുൻ എന്താണ് എഴുതുക, ഇവിടെ ലാസ്റ്റ് വന്ന മൻഊത്തിന്റെ ചിഹ്നം എന്താ നോക്കിയേ, ഹർക്കത്ത് എന്താ നോക്കിയേ, തെൻവീൻ ലൊമ്മയാണ് അല്ലേ. അപ്പോൾ ദേ ഇവിടെ തെൻവീൻ ലൊമ്മയുള്ളത് ഇയാൾക്ക് മാത്രമേ ഉള്ളൂ, ജമീലത്തുൻ എന്നുള്ള പദത്തിന് മാത്രമേ എന്തുള്ളൂ, തെൻവീൻ ലൊമ്മയുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ എന്ത് എഴുതി കൊടുക്കണം, ജമീലത്തുൻ. കണ്ടോ, ജമീലത്തുൻ. അപ്പോൾ തെൻവീൻ ലൊമ്മ എന്താണോ മൻഊത്തിന്റെ ചിഹ്നം അതായിരിക്കും നഅത്തിന് ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഹദീഖത്തുൻ ജമീലത്തുൻ. ഇവിടെ നോക്കിയേ, ജലസ്തു ഫി ബുസ്താനിൻ ഡേഷ്. അപ്പൊ ബുസ്താനിൻ എന്ന് പറയുമ്പോൾ ഇതാ ബുസ്താനിൻ തൻവീൻ കസ്റ, തൻവീൻ കസ്റയുള്ള പദം ഏതാ അതിലുള്ളത്, വാസിഇൻ. കണ്ടോ, തൻവീൻ കസ്റ. അപ്പൊ നമ്മളിത് ഇവിടെ വാസിഇൻ എന്ന് എഴുതി കൊടുത്തു. കണ്ടോ, അടുത്തത് ഷരിബ്തു, ഞാൻ കുടിച്ചു, അൽ ഹലീബ പാല് അല്ലേ. അപ്പൊ ഇവിടെ ലാസ്റ്റ് ഫത്തഹ ഉണ്ട്, ഇവിടെ അലിഫ്ലാം ഉണ്ട്. അപ്പൊ അലിഫ്ലാമും ഫത്തഹമുള്ള പദം ഏതാ നോക്കിയേ, ഇതാ അലിഫ്ലാം ഉണ്ട്, ഫത്തഹ ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ എഴുതി കൊടുത്തു അസാഹിന, ചൂടുള്ള. കണ്ടോ, മനസ്സിലായോ? ഫി ബൈത്തി ഖിത്താനി, എൻ്റെ വീട്ടിൽ 2 പൂച്ചയുണ്ട്, ആനി വന്നിട്ടുണ്ട് അല്ലേ. അതേപോലെയുള്ള പദം ഏതാണ്, സൊഗീറാനി. കണ്ടോ, സൊഗീറാനി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി മക്കളെ, എന്ത് മനസ്സിലായി, എന്താണോ എങ്ങനെയാണോ മൻഊത്തുള്ളത് അതിൻ്റെ അതേപോലെ ആയിരിക്കും നഅത്ത് വരിക, എങ്ങനെയാണോ നഅത്തുള്ളത് അതിൻ്റെ അതേപോലെ ആയിരിക്കും മൻഊത്ത് വരിക. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ ആണോ? നഅത്തും മൻഊത്തും ഇനി ഏത് ഉറക്കത്തിൽ നിന്ന് ചോദിച്ചാലും നിങ്ങൾ പറയണം. മനസ്സിലായല്ലോ? യെസ്. ഇനി അടുത്തത് എന്താണ് മക്കളെ, മരീലുൻ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, ലിദ്ദാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. എന്താ അലുദാദ് എന്ന് പറഞ്ഞാൽ, ലിദ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓപ്പോസിറ്റ് ആണ് അല്ലേ. നമുക്കറിയാം ജംഅ എന്ന് പറഞ്ഞാൽ എന്താണ്, ജംഅ എന്ന് പറഞ്ഞാൽ 3ൽ കൂടുതൽ സംഭവങ്ങൾ, അതായത് ഇതൊരു പേനയാണ്, കുറേ പേനകൾ എന്ന് പറയുന്നതിനാണ് നമ്മൾ ജംഅ എന്ന് പറയുക. മുഫ്രദ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഒന്നിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് പറയാണ്, ഒരു പേന, ഒരു ബുക്ക്, ഒരു വാച്ച് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഒന്നിനെ പറയുന്നതിനാണ് നമ്മൾ മുഫ്രദ് എന്ന് പറയുക. മുത്തറാദിഫ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, മുത്തറാദിഫ്. എന്താണ് മുത്തറാദിഫ്? മുത്തറാദിഫ് എന്ന് പറഞ്ഞാൽ പര്യായ പദം അല്ലേ. മുത്തറാദിഫ് എന്താണ്, പര്യായ പദം. അപ്പൊ അതിന് നമ്മൾ എന്താ പറയാ മുത്തറാദിഫ്. യെസ്, അതായത് സെയിം വേർഡുള്ള മറ്റൊരു എന്താ പറയുക, വേർഡ് സെയിം മീനിങ് ഉള്ള മറ്റൊരു വേർഡ്. ഇപ്പോൾ ബൈത്ത് എന്ന് പറയും നമ്മൾ, ബൈത്ത് എന്ന് പറഞ്ഞാൽ വീടാണ്, അതിൻ്റെ മുത്തറാദിഫാണ് ദാറുൻ
അല്ലേ, ദാറുൻ. അപ്പോൾ ഇതേപോലെ ഒരേ മീനിങ് വരുന്ന വേറെ വേർഡിനെയാണ് നമ്മൾ മുത്തറാദിഫ് എന്ന് പറയാം. അതുപോലെ ലിദ് എന്താണ്? ലിദ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആണ്, ഓപ്പോസിറ്റ്. അതായത് രാവിലെ രാത്രി, ചെറുത് വലുത്, പിന്നെന്താണ് കുറച്ച് കുറെ, പിന്നെ അടുത്തത് എന്താണ്, അങ്ങനെ കുറെ നമ്മൾ മുത്തറാദിഫ് എന്ന് പറയും, അല്ല ലിദ് എന്ന് പറയുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന പദമാണ്. ഇവിടെ നോക്കിയേ, മരീൽ എന്ന് പറഞ്ഞാൽ രോഗാവസ്ഥയുള്ള ഒരു രോഗി അല്ലേ, അതായത് രോഗി അല്ലേ. അപ്പൊ രോഗമില്ലാത്ത ആള് എങ്ങനെ പറയാം? സലീം. മനസ്സിലായോ? സലീം, രോഗമൊന്നുമില്ലാത്ത ശുദ്ധമായ ആള് അല്ലേ. ഇനി കബീഹ്, മോശപ്പെട്ടത്, അതിന് നമ്മൾ എങ്ങനെ പറയാം? എങ്ങനെ പറയാ? കബീഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോശപ്പെട്ടത്, അതല്ലെങ്കിൽ ചീത്ത എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ, ചീത്തയായത് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതിനെയാണ് നമ്മൾ കബീഹ് എന്ന് പറയാം അല്ലേ, കബീഹ്. അപ്പൊ അതിനെന്താ നമ്മൾ പറയാ? നല്ലത് എന്ന് പറയാം. എന്തിനാണ് നല്ലത്? ഒന്നെങ്കിൽ ഹസനത്ത് എന്ന് പറയാം, നല്ലത് അല്ലേ, അതല്ലെങ്കിൽ ജമീൽ, ഭംഗിയുള്ളത് അല്ലേ, അങ്ങനെ പറയാം അല്ലേ, ജമീൽ, ഭംഗിയുള്ളത്. ഒന്നെങ്കിൽ നമുക്ക് ഹസനത്ത് എന്ന് പറയാം, അതല്ലെങ്കിൽ ജമീൽ എന്ന് പറയാം. അടുത്തത് ജാഹിൽ. ജാഹിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരറിവും ഇല്ലാത്ത ആളെയാണ് നമ്മൾ ജാഹിൽ എന്ന് പറയാം അല്ലെ, അജ്ഞതയുള്ള ആളെയാണ് നമ്മൾ ജാഹിൽ എന്ന് പറയാം. എന്നാൽ അറിവുള്ള ആളെ നമ്മൾ എങ്ങനെയാ പറയാ? എങ്ങനെ പറയാ? ആലിമ് എന്നാണ് പറയാ കേട്ടോ. അറിവുള്ള ആളെ നമ്മൾ എന്താ പറയാ? ആലിമുൻ. ഓക്കെ, അപ്പൊ അത്രയും സിമ്പിളാണ്, വളരെ ഈസിയാണ്. അപ്പോൾ ഓപ്പോസിറ്റ് എന്നുള്ളത് എന്താണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം, വെറുതെ പോയിട്ട് എഴുതിയിട്ട് കാര്യമില്ല കേട്ടോ. ഇനി അടുത്തത് നുൻഷിദു അൽ അബയാത്തി വനുലാഹിലു കലിമാത്തിൽ മുലവ്വന. നോക്കിയേ, ഇവിടെ ഒരു റെഡ് കളറിൽ കൊടുത്തിട്ടുള്ള കലിമത്തുകൾ കണ്ട നിങ്ങൾ? അക്ലൻ സലീമൻ, അന്നുസ്ഹ അൽ ഹക്കീമ, ആയിഷ ആയിഷൻ നഈമൻ. ഇതെന്താ? ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇതെന്താണ്. എൻ്റെ ക്വസ്റ്റ്യൻ അതാണ്, ഇതെന്താ മക്കളെ? ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്, ഈസി ആയി തന്നതാണ്. എന്താണിത്? ഇതാണ് നാത്ത് മൻഊത്ത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ നാത്ത് മൻഊത്ത് അല്ലെങ്കിൽ സിഫത്ത് മൗസൂഫ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കിയേ, നാത്ത് അക്ലൻ സലീമൻ, കണ്ടോ? മൻഊത്താണിത്, നാത്താണ് ഇത്. ഇവിടെ കണ്ടോ, തൻവീൻ ഫതഹ ഉണ്ട്, തൻവീൻ ഫതഹ ഉണ്ട്, കണ്ടോ? സെയിമാണ്. പിന്നെ അടുത്തത് അന്നുസ്ഹ അൽ ഹക്കീമ, കണ്ടോ? അന്നുസ്ഹ അൽ ഹക്കീമ, അലിഫ്ലാമ് അലിഫ്ലാമ്, ഫതഹ് ഫതഹ്, കണ്ടോ? സെയിം. ആയിഷൻ നഈമൻ, ആയിഷൻ, തൻവീൻ ഫതഹ തൻവീൻ ഫതഹ അല്ലേ. അലിഫ്ലാം ഉണ്ടോ? ഇല്ല, രണ്ടിനും എന്തില്ല? അലിഫ്ലാമില്ല. അപ്പൊ അത്രയേ ഉള്ളൂ. നാത്ത് മൻഊത്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരേ ഹർക്കത്താണോ വന്നിട്ടുള്ളത് എന്ന് നോക്കുക, അലിഫ്ലാം രണ്ടിനും ഉണ്ടോ അല്ലെങ്കിൽ രണ്ടിനും ഇല്ല എന്ന് നോക്കുക. ഈ രീതിയിലാണ് നമ്മൾ നാത്ത് മൻഊത്തിനെ നമ്മൾ എന്ത് ചെയ്യുക? അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഓക്കെ ആണല്ലോ? എല്ലാവർക്കും മനസ്സിലായല്ലോ? ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഫിഅല് അംറാണ്. ഓക്കെ, ഫിഅല് മാലി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഫിഅല് മാലി പാസ്റ്റ് ടെൻസ് ആണ് അല്ലെ. ഫിഅല് മാലി എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ്, അതായത് കഴിഞ്ഞു പോയ ക്രിയയാണ് നമ്മൾ ഫിഅല് മാലി എന്ന് പറയാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദഹബ, പോയി. ആ പോയി എന്നുള്ളത് ആ പ്രവൃത്തി അവിടെ ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഇനി റജ, മടങ്ങി. ആ പ്രവൃത്തി അവിടെ എന്ത് ചെയ്തു? ചെയ്ത് കഴിഞ്ഞു. അടുത്തത് പേരാ വരിക ജലസ, ഇരുന്നു. അവിടെ ആ പ്രവൃത്തി എന്ത് ചെയ്തു? ചെയ്ത് കഴിഞ്ഞു. അതിനെയാണ് നമ്മൾ ഫിഅല് മാലി എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ഫിഅല് മാലി എന്ന് അതിനെയാണ് പറയാ. ഇനി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിഅല് മുലാരിയാണ്. മുലാരി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഫിഅല് മുലാരി എന്താണ്? യെസ്, പ്രസന്റ് ടെൻസ് ആണ്. അതായത് നടന്നുകൊണ്ടിരിക്കുന്ന ടെൻസിനെയാണ് നമ്മൾ മുലാരി എന്ന് പറയാം. അപ്പോൾ മുലാരിനെ നമ്മൾ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുക? ഏത് രൂപത്തിലാണ് ഐഡന്റിഫൈ ചെയ്യുക? യെസ്, മുലാരിന്റെ മുൻപിൽ അലിഫ്, നൂന്, യാ, താ. ഏതൊക്കെ വേർഡ്സ് ലെറ്റേഴ്സ് ആണ്? അലിഫ്, നൂന്, യാ, താ അല്ലേ. അപ്പൊ ഇത്രയും ലെറ്റേഴ്സുകൾ ഏതൊക്കെയാണ്? അലിഫ്, നൂന്, യാ, താ. ഇത്രയും ലെറ്റേഴ്സുകൾ മുലാരിയായ ഫീലിന്റെ മുൻപിൽ വരും. അതൊന്ന് കൂട്ടി വായിച്ചു നോക്കൂ മക്കളെ. ആ സ്ക്രീനിലുള്ള വേർഡ് ലെറ്റേഴ്സ് ഒന്ന് കൂട്ടി വായിച്ചു നോക്കിയേ. അനിയത്തി എന്നാണ് വരിക, അനിയത്തി അല്ലേ. നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണമെങ്കിൽ അങ്ങനെ പറയാം. അപ്പോൾ ഈ ലെറ്റേഴ്സ് ഏതെങ്കിലും ഫിഅല് മുലാരിന്റെ മുൻപിൽ വന്നാൽ ആ ഫിഅല് മുലാരിനെ നമ്മൾ എങ്ങനെയാണ്? ഇപ്പോൾ എക്സാമ്പിൾ അക്തുബു,
ഇവിടെ പറയാണേ അക്തുബു, നക്തുബു, യക്തുബു, തക്തുബു. കണ്ടോ? അക്തുബു, നക്തുബു, യക്തുബു, തക്തുബു. കണ്ട നിങ്ങൾ? അപ്പോൾ ഈ ഒരു 4 ലെറ്റേഴ്സ് കണ്ട നിങ്ങൾ? അക്തുബു, നക്തുബു, യക്തുബു, തക്തുബു. ഈ ഒരു 4 ലെറ്റേഴ്സ് ഫിയൽ മുലാരിൻ്റെ മുൻപിൽ വന്നാൽ അത് നമ്മൾ മനസ്സിലാക്കണം ഇതെന്താണ്, ഫിയൽ മുലാരിയാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ക്ലിയർ ആയോ? ഓക്കെ ആയോ മക്കളെ? സെറ്റാണല്ലോ. അപ്പോൾ അതാണ് ഫിയൽ മുലാരി. ഇനി നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഫിയൽ അംറാണ്. ഓക്കെ, ഫിയൽ അംറാണ്. ഫിയൽ അംറ് എന്ന് പറഞ്ഞാൽ അത് ഒരാൾ ചെയ്തു, 2 ആള് ചെയ്തു, 3 ആള് ചെയ്തു. ഒരാളോട് നമ്മൾ എങ്ങനെയാണ് കൽപ്പിക്കുക? 2 ആളോട് നമ്മൾ എങ്ങനെയാണ് കൽപ്പിക്കുക? 3 ആളോട് നമ്മൾ എങ്ങനെയാണ് കൽപ്പിക്കുക? ഇതാണ് നമ്മൾ ഇനി പറയാൻ പോണേ. ഓക്കെ, ജലസ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇരുന്നു, ജലസ. ഇനി നമ്മൾ ഒരാളോട് പറയാൻ നീ അവിടെ ഇരിക്കി എന്ന് നമ്മൾ അവരോട് പറയുമ്പോൾ എങ്ങനെയാ പറയാ? ഇജ്ലിസ്. എന്താ പറയാ? ഇജ്ലിസ്. ദഹബ, പോയി, നീ പോ എന്ന് നമ്മൾ എങ്ങനെ പറയാ? ഇദ്ഹബ്, ഇദ്ഹബ്. അല്ലേ? നീ വായിക്കി എങ്ങനെ പറയാ? ഖറ എന്ന് പറഞ്ഞാൽ വായിച്ചു. ഈ നീ വായിക്കുന്നത് എങ്ങനെ പറയാ? ഇഖ്റ. അല്ലേ? അപ്പോൾ ഇതൊക്കെ ഫിയൽ അംറിന്റെ ഫസ്റ്റ് ഫോമാണ്. അല്ലേ? ഫസ്റ്റ് ഫോം. ഇവിടെ നോക്കിയേ, ജലസ, അതിന്റെ ഫിയൽ അംർ എന്താണ്? ഇജ്ലിസ്. ഇതേതാണ്? ഫസ്റ്റ് ഫോമാണ്. ഉള്ളുർ, നീ നോക്ക്. അല്ലേ? ഏതാണ്? ഫസ്റ്റ് ഫോമാണ്. ഒരാളോടാണ് പറയണേ. തഹദ്ദസ്, നീ സംസാരിക്ക്. നീ എന്ത് ചെയ്യ്? സംസാരിക്ക്. ഇതേതാണ്? ഫസ്റ്റ് ഫോമാണ്. ലാഹല, ശ്രദ്ധിച്ചു. ലാഹിൽ, നീ എന്ത് ചെയ്യ്? ശ്രദ്ധിക്ക്. ഓക്കെ, ഇനി ഇതിൻ്റെയൊക്കെ 3ാമത്തെ ഫോം ഉണ്ട്. 2 ഉണ്ട്, അത് പറയാം. 3ാമത്തെ ഫോം എങ്ങനെയാ വരിക മക്കളെ? ഇജ്ലിസൂ. അല്ലേ? ഇജ്ലിസ് കഴിഞ്ഞിട്ട് 2ാമത്തെ ഫോമും കൂടെ പറഞ്ഞുതരാം. എന്താണ്? ഇജ്ലിസ്. നീ, അത് ഒരാളോടാണ്. ഇജ്ലിസാ. എന്താണ്? ഇജ്ലിസാ. ഇത് എത്രാമത്തെ ഫോമാണ്? 2ാമത്തെ ഫോമാണ്. നമ്മൾ 2 ആളോട് പറയുന്നത് എങ്ങനെയാണ്? ഈ രൂപത്തിലാണ്. ഉൻലുർ, എങ്ങനെ 2ാമത്തത് വരിക? ഉൻലുറാ. ഉൻലുറാ, അലിഫിട്ട് കൊടുത്തു. ഇതേതാണ്? 2ാമത്തെ ഫോമാണ്. തഹദ്ദസ്, തഹദ്ദസാ. കണ്ടോ? തഹദ്ദസാ. ഇതേതാണ്? 2ാമത്തെ ഫോമാണ്. ലാഹിൽ, ലാഹിലാ. എന്താണ്? ലാഹില. ഇത് എത്രാമത്തെ ഫോമാണ്? 2ാമത്തെ ഫോമാണ്. മനസ്സിലായോ? ഇത്രേ പണിയുള്ളൂ. ഇത് 2ാമത്തെ ഫോമാണ്. അവിടെ അലിഫ് ഇട്ട് കൊടുത്താൽ എന്തായി? ഉള്ളുർ, ഉള്ളുറാ. തഹദ്ദസ്, തഹദ്ദസാ. ഇഖ്റ, ഇഖ്റആ. അങ്ങനെ 2ാമത്തെ ഫോമിലേക്ക് അത് മാറണമെങ്കിൽ അതൊരു അലിഫ് ഇട്ട് കൊടുത്താൽ മാത്രം മതിയാവും. ഇനി നമുക്കിനി 3ാമത്തെ ഫോമിലേക്ക് കിടക്കണം. അങ്ങനെ ആകുമ്പോൾ എങ്ങനെയാ വരിക? ഇജ്ലിസ്. ഇജ്ലിസ് എന്നുള്ള ക്രിയയുടെ 3ാമത്തെ ഫോം എന്താണ്? ഇജ്ലിസാ എന്നുള്ളത് 2ാമത്തെ ഫോമാണ്. ഇജ്ലിസൂ എന്നുള്ളത് എന്താണ്? 3ാമത്തെ ഫോമാണ്. ഇവിടെ കൂടി വന്നത്, ഇവിടെ ഏത് ലെറ്ററാ കൂടി വന്നത്? അലിഫാണ്. ഇവിടെ ഏത് ലെറ്ററാണ്? വാവ് പ്ലസ് അലിഫാണ് ഇവിടെ കൂടി വന്നത്. മനസ്സിലായോ? ഇവിടെ കൂടി വന്നത് ഏതാണ്? വാവ് പ്ലസ് അലിഫ്. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പോൾ എന്താണ്? ഉള്ളൂർ. ഉള്ളൂർ എന്നുള്ളതിന്റെ എന്താണ്? 3ാമത്തെ ഫോം എന്താണ്? ഉള്ളുറാ, ഉള്ളുറു. അല്ലെ? ഉള്ളുറൂനാന്നുണ്ടോ? ഇല്ല, ഉള്ളുറു. പിന്നെ തഹദ്ദസ്, അതൊന്ന്. തഹദ്ദസാ, 2ാമത്തെ ഫോം. തഹദ്ദസൂ, എത്രാമത്തെ ഫോമാണ്? 3ാമത്തെ ഫോം. ലാഹിൽ, നീ ശ്രദ്ധിക്ക്. ലാഹിലാ, എത്രാമത്തെ ഫോമാണ്? 2. ലാഹിലൂ, എത്രാമത്തെ ഫോമാണ്? 3. അപ്പോൾ ഈ ഒരു ക്രിയ അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. നല്ലോണം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിക്ക് മനസ്സിലാക്കണം. എന്നാലേ നിങ്ങൾക്ക് എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താണെന്നറിയോ? എക്സാമിന് ചോദിക്കുക ഇങ്ങനെയൊന്നുമല്ല, ബോക്സിലൊന്നും തന്നിട്ടല്ല. എക്സാമിന് നിങ്ങളോട് ചോദിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എന്താണ്? പിന്നെ പാരഗ്രാഫ് തരും. ആ പാരഗ്രാഫിൽ അൽ ഔലാദു, അവരോട് ബ്രാക്കറ്റിൽ യഹ്റുജു എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അവിടെ യഹ്റുജു എന്നുള്ളതിൻ്റെ ഫിയൽ അംറാക്കി മാറ്റാൻ പറയും. അപ്പോൾ നമ്മൾ എങ്ങനെ മാറ്റും? ഉഹ്റുജ്, ഉഹ്റുജാ, ഉഹ്റുജൂ. കണ്ടോ? ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ആൻസർ എഴുതുക. അടുത്തത് എന്താണ്? ഹിസ്മു, അതായത് ജമ്മു മുഅന്നസ് സാലിമാണ് അടുത്തത്. എന്താണ്? ജമ്മു മുഅന്നസ് സാലിം. എന്താ മക്കളെ ജമ്മു മുഅന്നസ് സാലിം എന്ന് പറഞ്ഞാൽ?
എന്താണ്? അതായത് സ്ത്രീലിംഗത്തിൽപ്പെട്ട ജംഇനെയാണ് നമ്മൾ ജംഉ മുഅന്നസ് സാലിം എന്ന് പറയുന്നത്. എങ്ങനെയാണ്? സ്ത്രീലിംഗത്തിൽപ്പെട്ട ജംഇനെയാണ് ജംഉ മുഅന്നസ് സാലിം എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് സ്ത്രീലിംഗത്തിൽപ്പെട്ട ജംഇ എന്ന് പറയുമ്പം അവരുടെ കൂടെ എക്സ്ട്രാ വരുന്ന ലെറ്റർ ആണ് അലിഫും താഉം. ഏതൊക്കെയാണ്? സ്ത്രീലിംഗത്തിൽപ്പെട്ട ജംഇ എന്ന് നമ്മൾ പറയുമ്പോൾ അവരുടെ കൂടെ എക്സ്ട്രാ വരുന്ന ലെറ്ററിനെയാണ് നമ്മൾ എന്ത് പറയുക? ആ ലെറ്റർ കൂടി വരുമ്പോഴാണ് നമ്മൾ ഓക്കെ ഫൈൻ, ഇതെന്താണ്? സ്ത്രീലിംഗത്തിൽപ്പെട്ട ജം ആണ്. അതിന് ഞങ്ങൾ അറബിയിൽ പറയുന്നത് ജംഉ മുഅന്നസ് സാലിം എന്നാണ്. മനസ്സിലായോ? സ്ത്രീലിംഗത്തിൽപ്പെട്ട ജംഇനെ നമ്മൾ എന്താ പറയാ? ജംഉ മുഅന്നസ് സാലിം എന്നാണ് പറയാം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇനി അടുത്തത് ഇവിടെ നോക്കിയേ, അത്താലിബാത്ത്. കണ്ടോ? അലിഫും താഉം കൂടി വന്നത് കണ്ടോ നിങ്ങൾ? അത്വാലിബാത്ത്. അത്തിൽമീദാത്ത്. കണ്ടോ? അലിഫും താഉം കൂടി വന്നത് കണ്ടോ? അടുത്തത് അൽ ഹക്കീബാത്ത്. കണ്ടോ? അലിഫും താഉം കൂടി വന്നത്. അസ്സയ്യാറാത്ത്. കണ്ടോ? അപ്പോൾ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഒരു വേർഡിന്റെ കൂടെ താ ഉണ്ടെങ്കിൽ താ ഉള്ള വേർഡിനെ നമ്മൾ ജം ആക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി? അലിഫും താ ഇട്ട് കൊടുത്താൽ മതി. മനസ്സിലായോ? ഇപ്പൊ സയ്യാറത്തുൻ, അതിന്റെ ഒരു ജംഉ മുഅന്നസ് സാലിം എന്താണ്? സയ്യാറാത്ത് എന്നാണ് വരിക, ജംഉ മുഅന്നസ് സാലിം അല്ലേ? സയ്യാറത്തുൻ എന്നുള്ളതിന്റെ ജം എന്താണ്? സയ്യാറാത്ത്. ക്ലിയർ ആയോ? ഓക്കെ ആയോ? സിമ്പിൾ അല്ലേ? യെസ്. അപ്പോൾ സയ്യാറത്തുൻ എന്നുള്ളതിൻ്റെത് സയ്യാറാത്ത് എന്നാണ് വരുന്നത്. അപ്പോൾ ജംഉ മുഅന്നസ് സാലിം എന്ന് പറഞ്ഞാൽ അലിഫും താഉം കൂടി വരുന്നതിനെയാണ് നമ്മൾ ജംഉ മുഅന്നസ് സാലിം എന്ന് പറയാം. ഇനി ഇവിടെ നോക്കിയേ, നമ്മൾ നേരത്തെ പഠിച്ച ഫിഅൽ അംറിന്റെ ചെറിയൊരു പോർഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കിയേ, ഇജ്ലിസാ. നിങ്ങൾ പറ, ഇതേതാണ് ഫോം? ഫിഅൽ അംറാണ്. ഫോം 1 ആണോ ഫോം 2 ആണോ? ഏതാ മക്കളെ? അലിഫ് വരുന്നത് ഫോം 2യിലാണ് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അലിഫ് വരുന്നത് ഏതിലാണ്? ഫോം 2യിലാണ് അലിഫ് വരുന്നത്. വാവ് പ്ലസ് അലിഫ് വരുന്നത് ഏതിലാണ്? ഫോം 3യിലാണ് അല്ലേ? ഇജ്ലിസാ, ഇജ്ലിസു അല്ലേ? അപ്പോൾ ഇജ്ലിസാ കണ്ടോ? ഇതേതാണ്? ഫോം 1 ആണ് അല്ലേ? അപ്പോൾ അടുത്തത് വൻലുറാ. ഇതേതാണ്? ഫോം 1 അല്ല, ഫോം 2. വൻലുറാ അതേതാണ്? ഫോം 2 ആണ്. തഹദ്ദസാ ഫോം 2 ആണ്. ലാഹിളാ ഫോം 2 ആണ്. കണ്ടോ? ഇനി ഇതിൻ്റെയൊക്കെ സിംഗുലർ ഫോം എഴുതാൻ പറയുമ്പോൾ എങ്ങനെ എഴുതും? ഉൻലുറാ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സിംഗുലർ ഫോം എന്താണ്? ഉൻലുർ. എന്താണ്? ഉൻലുർ. ഉൻലുർ എന്നുള്ളതാണ് ഇതിൻ്റെ സിംഗുലർ ഫോം. മനസ്സിലായോ? തഹദ്ദസ് അതിൻ്റെ രണ്ടാമത്തെ ഫോം എന്താണ്? തഹദ്ദസാ. എന്താണ്? തഹദ്ദസാ. ഓക്കെ. അടുത്തത് നെക്സ്റ്റ് എന്താണ്? ലാഹിള എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ലാഹിൽ. ഇങ്ങനെയാണ് ലാഹിൽ. ഓക്കെ. ലാഹിൽ, ലാഹിള ഇങ്ങനെയാണ് വരിക. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. ലാഹിൽ, ലാഹിള. അടുത്തത് നെക്സ്റ്റ് എന്താ മക്കളെ? ഇവിടെ നമ്മളോട് പറഞ്ഞത് നുക്മിലു അൽ ഫറാഗ ബിസീഗത്തി അംറിൻ മുനാസബത്തിൻ ലിൽ അഫ്ആലി ഫിൽ ഖൗസൈനി. കണ്ടോ? എന്താ സംഭവം? അയ്യുഹത്തുല്ലാബ് ദേശ് അത്തമാരീന ദേശ് അല്ലേ? അതായത് അയ്യുഹത്തുല്ലാബ്, ഇവിടെ തുല്ലാബ് ഉണ്ട്. ഇതിനെ നമുക്ക് സീഗത്തുൽ അംറിലേക്ക് മാറ്റണം. കെത്തബ എന്നുള്ളതിന്റെ അംർ എന്താ മക്കളെ? കെത്തബ. അതിന്റെ അംർ എന്താണ്? നോർമലി പറഞ്ഞേ ഉക്തുബാണ് അല്ലേ? കെത്തബ ഉക്തുബാണ് അതിന്റെ അംർ. ഇനി അതിനെ തുല്ലാബ് ഇവിടെ ഉണ്ടായതുകൊണ്ട് കുറേ പേരാണ് അല്ലേ? അപ്പോൾ ഒരുപാട് 3ഓ 3-ലധികമോ വരുമ്പോൾ എത്രയാണ്? ഇതാ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ഏത് ലെറ്റേഴ്സ് കൂടി ചേർക്കണം? വാവു അലിഫും. അപ്പോൾ ഉക്തുബ് എന്നുള്ളതിനെ വാവു അലിഫും കൊടുത്തിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതും? ഉക്തുബൂ. കണ്ടോ നിങ്ങൾ? അത് ഇവിടെ എഴുതുക. അയ്യുഹത്തുല്ലാബ് ഉക്തുബൂ. കണ്ടോ നിങ്ങൾ? ഇങ്ങനെയാണ് ഇവിടെ എഴുതുക. മനസ്സിലായോ? യാ വലദാനി. കണ്ടോ? വലദാനി. എത്ര കുട്ടികളാ? 2 മക്കളാണ് അല്ലേ? യാ വലദാനി 2 കുട്ടികൾ. അപ്പോൾ ഇവിടെ എഴുതണം ഖറ എന്നുള്ളതിൻ്റെ ഫിഅൽ അംർ എന്താണ്? ഇഖ്റ ആണ്. ഇഖ്റ അല്ലേ? ഇഖ്റ.
ഇനി ഇതിനെ നമ്മൾ 2ലേക്ക് മാറ്റുമ്പോൾ ഏത് ലെറ്ററാ പ്ലസ് ചെയ്യുക? അലിഫാണ് പ്ലസ് ചെയ്യുക അല്ലേ. അപ്പോൾ ഇഖ്റ ആ കണ്ടോ, ഇപ്പം എത്രയായി? 2 ലെറ്റേഴ്സായി. ഇഖ്റ ആ. അടുത്തത് യാ ബുനയ്യ, മോനെ, ഒരാളേ ഉള്ളൂ അല്ലേ, ഒറ്റ ആളേ ഉള്ളൂ. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? യാ ബുനയ്യ ഡേഷ് ബി യമീനിക്. എങ്ങനെ എഴുതുക? ഷെരിബ എന്നുള്ളതിൻ്റെ ഒറ്റ ഫോമാണ്, ഒന്നാമത്തെ ഫോമാണ്. എങ്ങനെ എഴുതുക? ഇഷ്റബ്. ഇഷ്റബ്, നീ എന്ത് ചെയ്യ്? ഇഷ്റബ്, നീ എന്ത് ചെയ്യ്? കുടിക്ക് അല്ലേ. യാ ബുനയ്യ ഇഷ്റബ്. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിലാണ് ഇതിൻ്റെ ആൻസർ നമ്മൾ എഴുതുക. എന്നിത് ഇതിൻ്റെ 3 ഫോമുകളും എഴുതാൻ പറഞ്ഞിട്ടുള്ള ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇസ്മാ, 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 കണ്ടോ? ഇസ്മാ, ഇസ്മഊ. ആദ്യത്തെ ഫോമിൽ ഒന്നും കൂടി വരൂല, രണ്ടാമത്തെ ഫോമിൽ അലിഫ് കൂടി വരും, മൂന്നാമത്തെ ഫോമിൽ വാവ് പ്ലസ് അലിഫ് കൂടി വരും. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, ആ. അപ്പോൾ ഇതിൻ്റെ ഈ അലിഫ് അങ്ങോട്ട് ഒഴിവാക്കി നോക്കി, എന്താ വരിക? അത്തിയോ അല്ലേ, അത്തിയോ. പിന്നെ അടുത്തത് അത്തിയോ ഉഹ്റുജ് അല്ലേ. എങ്ങനെ വരും? ഉഹ്റുജാ, ഉഹ്റുജ്, ഉഹ്റുജാ, ഉഹ്റുജൂ. ഇനി വേറൊന്ന് നമ്മൾ വെറുതെ എഴുതിയാലോ? ഇദ്ഹബ് അല്ലേ, ഇദ്ഹബ്, ഇദ്ഹബ്. ഏത് രണ്ടാമത്തെ ഫോം വരിക? അലിഫ് ഇട്ട് കൊടുത്തേ. ഇദ്ഹബാ, ഇദ്ഹബ്, ഇദ്ഹബാ, രണ്ടാമത്തെ ഫോമായി. ഇനി മൂന്നാമത്തെ ഫോം ഏതാണ്? ഇദ്ഹബൂ. കണ്ടോ? ഇദ്ഹബൂ. സിമ്പിൾ അല്ലേ മക്കളെ, ഈസി അല്ലേ? അപ്പോൾ ഈ ഒരു ഫിഅൽ അംർ ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കും, ഉറപ്പാണ്, അതിലൊരു സംശയവുമില്ല. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഫോം എന്താണ് നിങ്ങൾ പഠിക്കണം, സെക്കൻഡ് ഫോം എന്താണെന്ന് പഠിക്കണം, തേർഡ് ഫോം എന്താണെന്നുള്ളതും പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്താണ്? അഫ്തഹിറു ബി വത്തനി, തഫ്തഹിറു ബി വത്തനിക, നഫ്തഹിറു ബി വത്തനിന. അപ്പം ശ്രദ്ധിച്ചോ, അഫ്തഹിറു എന്ന് പറഞ്ഞാൽ ഞാൻ പ്രൗഡ് ചെയ്യുന്നു അല്ലേ. അപ്പം ഈ ഞാൻ എന്നുള്ളതിന് വരുന്നതാണ് ഈ അലിഫ്. ഓക്കെ, ഞാൻ എന്ന് പറയാൻ ഉപയോഗിക്കുന്നതാണെന്ത്? അലിഫ്. ഇനി എൻ്റെ രാജ്യത്തെ കൊണ്ട് ഇവിടെ ഞാൻ എന്നാണ് മീനിങ് വരിക, ഞാൻ. ഓക്കെ, ഇവിടെ നീ എന്ന് പറയുന്നാൽ എൻ്റെ, അതായത് ഇപ്പോൾ കലമുൻ പേന, കലമീ എൻ്റെ പേന, കിതാബുൻ ബുക്ക്, കിതാബീ എൻ്റെ ബുക്ക്. മനസ്സിലായോ? അപ്പോൾ ബി വത്വനി എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ രാജ്യം അല്ലേ. അഫ്തഹിറു, ഞാൻ എന്ത് ചെയ്യുന്നു? അഭിമാനിക്കുന്നു. ബി വത്വനി, എൻ്റെ രാജ്യത്തെ തൊട്ട്. തഫ്തഹിറു, നിങ്ങൾ അഭിമാനിക്കുക അല്ലേ. തഫ്തഹിറു എന്ന് പറഞ്ഞാൽ എന്താണ്? നീ അഭിമാനിക്കണം അല്ലേ. നീ എന്ത് ചെയ്യണം? അഭിമാനിക്കണം. ബി വത്വനിക്ക, നിന്റെ രാജ്യത്തിൻ്റെ മേൽ അല്ലേ. ബി വത്വനിക്ക, നിന്റെ. ഇനി നഫ്തഹിറു, ഞങ്ങൾ അഭിമാനിക്കുന്നു അല്ലേ. ഞങ്ങൾ എന്തിൽ? ബി വത്വനിന, ഞങ്ങളുടെ. ബി വത്വനിന എന്ന് പറഞ്ഞാൽ എന്താണ്? ഞങ്ങളുടെ രാജ്യത്തെ തൊട്ട് അല്ലേ. അതേപോലെ നമ്മളോട് ഇതൊക്കെ മാറ്റാൻ പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ മാറ്റുക? ഒന്നാമത്തെ ഫോമോടെ കൊടുത്തിട്ടുണ്ട്, അഫ്തഹിറു ബി ലുഗത്തി. അപ്പം ഇവിടെ എന്ത് ചെയ്യും? ഈ ആ മാറ്റിയിട്ട് താ ആക്കി കൊടുക്കുക. തഫ്തഹിറു, തഫ്തഹിറു ബി ലുഗത്തിക്ക, ബി ലുഗത്തിക്ക അല്ലേ. കാരണം ഇവിടെ കാഫാണ് വന്നത്. ലുഗത്തിക്ക, നിങ്ങൾ നിങ്ങളുടെ എന്ത് ചെയ്യുക? ഭാഷ കൊണ്ട് അഭിമാനിക്കുക. ഇവിടെ എങ്ങനെ വരിക? നഫ്തഹിറു, നഫ്തഹിറു, നഫ്തഹിറു ബി ലുഗത്തിന, ബി ലുഗത്തിന. ഓക്കെ, ബി ലുഗത്തിന. അടുത്തത് അഫ്തഹിറു ബി മദ്രസത്തി. ഇങ്ങനെ എഴുതാ? തഫ്തഹിറു, താ വെച്ചിട്ട് എഴുതാം കേട്ടോ. തഫ്തഹിറു ബി മദ്രസത്തിക, ബി മദ്രസത്തിക. ഓക്കെ, അപ്പം ഈ രീതിയിലാണ് നമ്മൾ എഴുതുക. പിന്നെ ഇവിടെ എങ്ങനെ എഴുതുക? ഇങ്ങനെ എഴുതുക, നഫ്തഹിറു ബി മദ്രസത്തിന. കണ്ടോ? അപ്പം ഞാൻ എൻ്റെ, ഞാൻ എന്ന് പറയുമ്പം എൻ്റെ. ഓക്കെ, അത് പിന്നെ നീ നിൻ്റെ, പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ. മനസ്സിലായോ? ഇതാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ എന്തൊരു സുഖം നോക്കിയേ. ഈ നഫ്തഹിറു, ഈ ന കണ്ടോ? നഫ്തഹിറു, ഇവിടെ ഇന, ഇവിടെ ഇന. തഫ്തഹിറു, നിൻ്റെ, ഇവിടെ ക. കണ്ടോ?
അഫ്തഹിറു നീ. അപ്പൊ ഇതൊന്ന് ആലോചിച്ച് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ആൻസർ എഴുതാം. ഇനി ഇവിടെ നോക്കിയേ, ഹാലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലേ, കലിമാത്തുൽ ഹാല്. എന്നാ മക്കളെ ഹാല് പറഞ്ഞാല്? ഹാല് പറഞ്ഞാൽ എന്താ അറിയോ നിങ്ങൾക്ക്? പേജ് നമ്പർ എവിടെയായിരുന്നു ഹാലുള്ളത്? പേജ് നമ്പർ 41 പേജിലുണ്ട് കേട്ടോ ഹാല്. 41 പേജിൽ. അതായത് ഒരാള് എന്താ പറയാ, അയാളുടെ അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹാല് എന്ന് പറയുന്നത്. അയാളുടെ അവസ്ഥയാണ് നമ്മൾ ഹാല് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ പറയാണ് എന്ത്, യൽതഫിതു അൽ ഖാലി ഇലൽ മുത്തഹിമി ജിദ്ദിയൻ. കണ്ടോ? രണ്ടാമത്തത് യൽനുറുൽ മുത്തഹിം ഇലൽ ഖാലി ഖലിക്കൻ. കണ്ടോ നിങ്ങൾ? എന്തൊരു ഈസിയാ നോക്കിയേ. അപ്പൊ അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കണം, കലിക്കൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്വസ്ഥമാവുക അല്ലെ? കലിക്കൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്വസ്ഥമാവുക, കലിക്കൻ. ഓക്കെ, അപ്പൊ അയാളുടെ ഒരു അവസ്ഥയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അടുത്തത് എന്താണ് പിന്നെ വാസിക്കൻ എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഈ പാഠഭാഗത്ത് തന്നെ പറയുന്നുണ്ട് അല്ലെ, യക്കൂമു ഷാഹിദു വാസിക്കൻ. കണ്ടോ? യക്കൂമു ഷാഹിദു സാക്ഷി നിൽക്കുന്നു, ഷാഹിദു വാസിക്കൻ. എന്താണ് വാസിക്കൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയങ്കര ഉറപ്പോട് കൂടി നിൽക്കുന്നു അല്ലെ? അടുത്ത യതകല്ലമുൽ മുത്തഹിം. യതകല്ലമുൽ മുത്തഹിം. മുത്തഹിം എന്ത് ചെയ്യുന്നു? സംസാരിക്കുന്നു. മുത്തഹിം സംസാരിക്കുന്നു. ജാഹിദൻ. ജാഹിദൻ അല്ലെ? എങ്ങനെയാണ്? നിഷേധിക്കുന്നത് പോലെ. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ ഹാലിന്റെ ഹർക്കത്ത് എന്താണ്? തെൻവീൻ ഫത്ഹയാണ്. കണ്ടോ? അപ്പോൾ ഹാല് എവിടെ വന്നാലും തെൻവീൻ ഫതഹയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കുക. ഈ ഒരു സെന്റൻസ് തരും, എന്നിട്ട് നിങ്ങളോട് പറയും ഈ സെന്റൻസിലെ ഹാലിനെ എടുത്തെഴുതുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതെടുത്തെഴുതും? അപ്പോൾ അത് നല്ല പോലെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, ഈ സെന്റൻസിലെ ഹാലിനെ എടുത്തെഴുതുക എന്ന് പറഞ്ഞാൽ ആ സെന്റൻസിലെ ഹാൽ ഏതാണ് നോക്കുക, അത് തെൻവീൻ ഫതഹ ഉണ്ടാവും, അതെടുത്ത് എഴുതുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്തത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവമാണ്. നെഹ്നുവിന്റെ കൂടെ വരുന്നതാണ് ന. കണ്ടോ? നെഹ്നു ന. വ അൻത നിന്റെ, അല്ലെങ്കിൽ തുഇദ്ദു. കണ്ടോ? നീ ത, അതിന്റെ കൂടെ വരുന്നതാണ് ക, നിന്റെ. ഫുത്തൂറുക അല്ലെ? അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, അത് നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇവിടെ നോക്കിയാൽ ഇവിടെ നമ്മളോട് ലമീറിനെ ചേർത്ത് കൊടുക്കാനാണ് പറഞ്ഞത്. ഏതൊക്കെയാ മക്കളെ ലമീർ? ലമീർ ഏതൊക്കെയാണ്? ഹുവ, ഹുമാ, ഹും, ഹിയ, ഹുമാ, ഹുന്ന അല്ലെ? അൻത, അൻതുമ, അൻതും, അൻതി, അൻതുമ, അൻതുന്ന, അന, നഹ്നു. ഇവിടെ നോക്കിയേ, ഇവിടെ എങ്ങനെയാ വരുന്നത് ലമീർ? എങ്ങനെയാ വരുന്നത് നോക്ക്. ജാബിറുൻ വലതുൻ നഷീത്തുൻ. ജാബിർ ആരാണ്? ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മോനാണ്. വലതുൻ നഷീത്താണ്. അപ്പൊ ഇവിടെ നമ്മള് ദേശ് ദാരിസുൻ, അവിടെ നമ്മൾ ഏത് ലമീറ ചേർക്കുക? നമുക്കറിയാം അല്ലെ, അവൻ എന്നുള്ളത് കിട്ടണമെങ്കിൽ ഹുവ ചേർക്കണം. ഹുവ ദാരിസുൻ ഫിസൊഫി താസിയായി അല്ലെ? അടുത്തത് പിന്നെന്താണ്? ദാറുഹു കരീബത്തും മിനൽ മദ്രസ. ജുമാന ദേശ് ദാരിസത്തുൻ. ജുമാന ഒരു പെണ്ണാണ് അല്ലെ? അപ്പൊ നമ്മളിവിടെ ഏതാ ചേർക്കുക? ഹിയ ആണ് ചേർക്കുക, ഹിയ. അടുത്തത് ശാന്ത മുമരിലത്തുൻ വാലിദു ദേശ്, അവളുടെ ഉപ്പ അല്ലെ? വാലിദു ഹ എന്നാണ് വരേണ്ടത്. കാരണം ശാന്ത പെണ്ണായതുകൊണ്ട് നമ്മൾ അവിടെ ഹ എന്ന് ചേർക്കണം. വാലിദു ഹ, അവളുടെ ഉപ്പ. ഓക്കെ. ബാബു മുഹാസിബുൻ വാലിദത്തു ഹു അല്ലെ? വാലിദത്തു ഹു, ബാബുവിന്റെ, അവന്റെ ഉമ്മ അല്ലെ? അവന്റെ ഉമ്മ എന്ന് പറയണമെങ്കിൽ വാലിദത്തുഹു എന്ന് തന്നെ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ചേർത്ത് കൊടുക്കണം. യാ സമീർ, സമീറിനോട് പറയാണ് അഹൂക്ക, നിന്റെ സഹോദരൻ, റജുലുൻ സ്വാലിഹുൻ. കണ്ടോ? അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ലൊമീറുകളെ ചേർത്ത് കൊടുക്കുക. ലൊമീറിനെ ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ മുന്നേ ഒരാളാണോ രണ്ടാളാണോ വന്നത് എന്ന് നോക്കുക, ഗേൾ ആണോ ബോയ് ആണോ വന്നത് എന്ന് നോക്കുക. അപ്പൊ ഇതൊക്കെ ഏതാണ് വന്നത് എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കറക്റ്റ് ആയിട്ട് അവിടെ ആൻസർ എഴുതി കൊടുക്കാൻ പാടുള്ളൂ. ഇവിടെ കണ്ടില്ലേ, ബാബു ഒരാളാണ്, ബോയ് ആണ്, അപ്പൊ വാലിദുഹു. കണ്ടോ? അപ്പൊ
ഇത്ര വരെ അവൻ്റെ ഉപ്പ, അവളുടെ ഉപ്പ എന്നൊക്കെ എഴുതണമെങ്കിൽ കറക്റ്റ് അത് അവിടെ എന്താ വന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. ഓക്കെ, ഇനി അടുത്തത് മുംകിൻ അൻ. എന്താ മക്കളെ മുംകിൻ അൻ എന്ന് പറഞ്ഞാല്? മുംകിൻ അൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നോക്കിയേ, ഈ മുംകിൻ അന്നിന് ശേഷം വരുന്ന ഫിഅലിന്റെ അവസാനത്തെ ലെറ്റർ നമ്മൾ എന്താ കൊടുക്കുക? ഫത്ഹാണ് കൊടുക്കുക. കണ്ടോ, അത് മാത്രം അതിൽ പഠിച്ചാൽ മതി. മുംകിൻ അൻ തുസാഇദനി, മുംകിൻ അൻ തജ്ലിസ. കണ്ടോ, പിന്നെന്താണ്? മുംകിൻ അൻ തതകല്ലമ, മുംകിൻ അൻ തൽഅബ, മുംകിൻ അൻ തദ്ഹബ. കണ്ടോ, അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ മുംകിൻ അന്ന് വന്നിട്ട് അന്ന് വന്നാൽ ദേശിട്ടിട്ടേക്കും വരിക. അപ്പോൾ ഇവിടെ ഫത്തഹ് ഇതാണ്ടോ, ഇവിടെ ഫത്തഹ് കണ്ട അവിടെ നമ്മൾ ഉറപ്പിച്ചോളി മുംകിൻ അന്നാണ് അവിടെ ചേർക്കേണ്ടത്. മനസ്സിലായോ? ഫത്തഹ് കണ്ടാൽ അവിടെ നിങ്ങൾക്ക് ഉറപ്പിക്കാം അവിടെ ഏതാ ചേർക്കുക? മുംകിൻ അന്നാണ് ചേർക്കുക. കാരണം മുംകിൻ അന്നിന് ശേഷം വരുന്ന ഫിയലിന് നമ്മൾ അവസാനത്തെ ലെറ്ററിന് എന്ത് കൊടുക്കും? ഫത്തഹ് കൊടുക്കും. ക്ലിയർ ആണല്ലോ മക്കളെ? ഇനി ഇതേ അവസാനത്തെ ഒന്നും കൂടെ ഉണ്ട്, അൻ ലൻ ഇതൻ കൈ. അല്ലേ, നിങ്ങൾക്ക് അന്നും ലെന്നും മാത്രമേ പഠിക്കാനുള്ളൂ. അന്നിൻ്റെയും ലെന്നിൻ്റെയും, കണ്ടോ, അന്നിൻ്റെയും ലെന്നിൻ്റെയും അതിൻ്റെ കൂടെ ഉള്ള വേറെ വേർഡാണ് അൻ ലെൻ ഇതൻ കൈ. ഓക്കെ, ഇത്രയും വേർഡ്സുകളുണ്ട്. അന്നുണ്ട്, ലെന്നുണ്ട്, ഇതനുണ്ട്, കൈ ഉണ്ട്. അപ്പോൾ ഇത്രയും വേർഡ്സുകൾ ഫിഅൽ മുളാരിന്റെ മുൻപിൽ വന്നാൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഫത്തഹ് കൊടുക്കണം. മനസ്സിലായോ? ഫിഅൽ മുളാരിന്റെ മുൻപിൽ വന്നാൽ എന്ത് ചെയ്യണം? ഫത്തഹ് കൊടുക്കണം. ഇവിടെ നോക്കി എക്സാമ്പിള്, അൻ തുഫാരിക്ക. കണ്ടോ, ഫത്തഹ് കൊടുത്തുണ്ടോ? ലൻ നുഗാദിറ. കണ്ടോ, അപ്പോൾ അന്നോ ലെന്നോ ഇതനോ കയ്യോ ഏതെങ്കിലും ഫിഅലിന്റെ മുൻപിൽ വന്നാൽ ആ ഫിഅലിനെ നമ്മൾ ഫിഅലിന്റെ അവസാനത്തെ ലെറ്ററിന് നമ്മൾ എന്ത് കൊടുക്കണം? ഫത്തഹ് കൊടുക്കണം. ഈസി ആണോ? ഓക്കെ ആണോ? ഇനി അടുത്തത് ലൻ ഡേഷ് അസ്വാലിഹു. എങ്ങനെ വരിക? ലൻ ഡേഷ് അസ്വാലിഹു എങ്ങനെ വരിക മക്കളെ? അപ്പോൾ ഈ ലെന്നിനെ ബ്രാക്കറ്റിൽ ഇവിടെ കാലാന്നാണ് കൊടുത്തത്. കാലയെ നമ്മൾ മുലാരിയാക്കണം. എങ്ങനെയാക്കുക? മുലാരിയാക്കുമ്പോൾ ലൻ ഡേഷ് അസ്വാലിഹു ഇല്ലൽ ഹക്ക, അല്ലേ? അപ്പോൾ ലൻ യകൂല സ്വാലിഹു, അല്ലേ? സ്വാലിഹായ നല്ല ഒരാള് സത്യമല്ലാതെ പറയുകയില്ല എന്നാ. ലൻ യകൂല പറയുകയില്ല. കണ്ടോ, ഇതാണ് അവിടെ മുലാരിയാക്കി, അല്ലേ? അടുത്തത് യുഹിബുൽ വലതു, കുട്ടി ഇഷ്ടപ്പെടുന്നു. അൻ അൻഷദ, അല്ലേ? അൻ അൻഷദ, ഇതാ സെയിം തന്നെ പാടാൻ, അല്ലേ? അടുത്തത് എന്താണ്? അന ലെൻ ഡേഷ് ഫിഷാരി. അപ്പൊ അനയാണ് വന്നത്. അപ്പൊ അന എന്ന് പറഞ്ഞാൽ ഞാനാണ്. അപ്പൊ ലൈബ എന്നുള്ളതിൽ ഞാൻ കളിക്കുക എന്നുള്ളതാക്കണം. അപ്പൊ അൽ അബു, അല്ലേ? അൽ അബു. അന ലെൻ അൽ അബു അല്ല അൽ അബ. അന ലെൻ അൽ അബ ഫിഷാരി. ഞാൻ റോഡിൽ നിന്ന് കളിക്കുകയില്ല. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവിടെ കണ്ടോ, അന വന്നതുകൊണ്ട് നമ്മൾ ഇവിടെ അൽ അബയാക്കി. ശരിക്കും അത് എൽ അബയോ തൽ അബയോ ഒക്കെ ആക്കാം. പക്ഷെ ഇവിടെ എന്താ വന്നത്? അന വന്നുകൊണ്ടാണ് നമ്മൾ അൽ അബയാക്കിയത്. മനസ്സിലായോ? അതേപോലെ എന്താണ്? ഓക്കെ, അടുത്തത് തുരീദു അൽ ബിന്തു അൻ ദേശ്. കണ്ടോ, ബിന്താണ്. തുരീദു ബിന്തു, പെൺകുട്ടി എന്ത് ചെയ്തു? ഉദ്ദേശിച്ചു. അൻ അസ്ബഹ. അവിടെ അസ്ബഹ എന്ന് എഴുതാൻ പറ്റൂല. അസ്ബഹ എന്നുള്ളതിനെ എന്താക്കി മാറ്റണം? അൻ തസ്ബഹ എന്നാക്കി മാറ്റണം. മനസ്സിലായോ? കാരണം അവിടെ ഗേളാണ്. അൻ തസ്ബഹ. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് മക്കളെ ഇതിൻ്റെ ആൻസർ വരുന്നത്. സോ എല്ലാ മക്കളും എന്ത് ചെയ്യുക? ഇത്രയും പോർഷന്, ഈ ഗ്രാമർ പോർഷന് നന്നായിട്ട് പഠിക്കണം. നല്ല ക്രിസ്റ്റൽ ക്ലിയറിൽ പഠിച്ചിട്ട് പോകണം. എന്നാൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും ഇത് സെറ്റാക്കിയിട്ട് പോകുമെന്ന് വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ലൈവിൻ്റെ അന്ന് കാണാം കേട്ടോ. അപ്പോൾ ശരി മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.